നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തു. അതാ നല്ലത്. അച്ഛന് 3 നേരം ഫുഡും ഒരു വണ്ടിയും കൊടുത്തു വിടുന്നതാണ് ബുദ്ധി. പിന്നെ അത്യാവശ്യം വേണ്ടി വന്ന ഒരാളായിട്ട് കൂടെ നിർത്താം, അഭിപ്രായവും ചോദിക്കാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഭാവന ഇവിടുന്ന് ഒഴിവാക്കണം. ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വരട്ടെ ആന്റി. ഇനി മുതൽ ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ചേ വെക്കൂ. ഭാവനെ അടിച്ചു കൊന്നാലും അവള് ചാകില്ല ജയനിർമ്മലെ. അങ്ങനൊരു ജന്മം അവളുടെ. അതെ ജാനകി, അല്ലെങ്കിൽ പിന്നെ ആ ഡയാനയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അവള് രക്ഷപ്പെടില്ലായിരുന്നു. ഇക്കണക്കിന് നിങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അവൾ അടങ്ങും. ഒരു വാടക കൊലയാളിയുടെയും സഹായം ഇല്ലാതെ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല വിജയപത്മ. അങ്ങനെ വല്ലത് സംഭവിച്ച ഉറപ്പായും സൂര്യക്ക് എന്നെ സംശയം വരും. അല്ലെങ്കിൽ കൺമുന്നിൽ തന്നെയുള്ള അവളെ ഞാൻ എപ്പോഴേ പറഞ്ഞയച്ചേനെ. അതൊന്നും വേണ്ട. എപ്പോഴായാലും വീടിന് പുറത്ത് വെച്ച് തന്നെ മതി. ഇല്ലെങ്കിൽ ഉറപ്പായും ജയനിർമ്മല തന്നെ തൂങ്ങും. അറിയാലോ, നമ്മുടെ പോലീസ് പഴയ പോലീസൊന്നും അല്ല. ചെകഞ്ഞ് വന്ന് എല്ലാത്തിനെയും പൊക്കും. നമ്മളെ പൊക്കൂ? പിന്നല്ലാതെ. അയ്യോ എന്താ ജാനകി, പേടിയുണ്ടോ? അത് പിന്നെ പേടിയില്ലാതിരിക്കുവോ ജയനിർമ്മലെ? ഒന്നുകൊണ്ടും പേടിക്കണ്ട ജാനകി. ഭാവനയെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തതെന്താ വേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തുവാ? അതൊക്കെ ജാനകി കണ്ടോ? എനിക്ക് കൊല്ലാനും അറിയാം, വളർത്താനും അറിയാം. സൂര്യയിൽ നിന്നും എനിക്ക് അവളെ അകറ്റണം, അതും എന്നേക്കുമായി. അതിനുവേണ്ടി എന്നെക്കൊണ്ട് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്യണം. അതെ, ആ മാനസ നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ മനസ്സ് വെക്കണം. നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റൂ ജാനകി. നമ്മൾ കരുതുന്നതിനേക്കാളും ബുദ്ധിമതിയാണ് മാനസ. അവക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണമെന്ന്. ക്ഷമയാ അവളുടെ ഏറ്റവും വലിയ ആയുധം. നമുക്കില്ലാത്തതും അതുതന്നെയാ. ഉള്ളത് പറയാലോ ജയനിർമ്മലെ, ഭാവനയുടെ കാര്യത്തിൽ ഇനി ക്ഷമിക്കാൻ ഞങ്ങൾക്കാവില്ല. അത്രയ്ക്ക് ദേഷ്യമാണ് ഞങ്ങൾക്ക് അവളോടുള്ളത്. അറിയാം ജാനകി, ഡയാനയുടെ കയ്യിൽ നിന്നും അവൾ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഒരു നിസ്സാര ജന്മമല്ല ഭാവനയുടേത്. അല്ലെങ്കിൽ പിന്നെ ആ ആക്സിഡന്റോടെ അവള് തീരേണ്ടല്ലേ? അത് അവക്ക് മാത്രമല്ലല്ലോ, ആ ഭാമയ്ക്കും അങ്ങനെ തന്നെയല്ലേ. തീ വെച്ച് കൊല്ലാൻ നോക്കിയിട്ട് പോലും അവള് രക്ഷപ്പെട്ടില്ലേ? അതൊക്കെ വെറും ഉടായിപ്പായി പോയി ജയനിർമ്മലെ. എന്തോ വലിയ കെമിക്കൽ സ്പ്രേ ആണ്, തീ കണ്ട ആളി കത്തുന്നൊക്കെ അൻപത്തും പറഞ്ഞത്. എന്നിട്ട് എവിടെ? തീ കത്തിയതല്ലാതെ ആളിയതുമില്ല, പടർന്നതുമില്ല, അവൾക്ക് ഒരിടവും പൊള്ളിയതുമില്ല. അത് ചിലപ്പോ വല്ല സാധാരണ സ്പ്രേയും ആയിരിക്കും പാപ്പേട്ട. കഴിഞ്ഞതിനെ പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി. അടുത്തത് എന്താ വേണ്ടെന്ന് നോക്കാം. അവക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയതാ ഇപ്പോ അടുത്ത തലവേദന. അവൾക്കെതിരെ നമ്മൾ എപ്പോ എന്ത് ചെയ്താലും അത് അവൾക്ക് ഗുണമേ ചെയ്യൂ ജയനിർമ്മലെ. എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അവൾ ഇനി എണീറ്റ് നടക്കും മുമ്പേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിയാലോ, ഭാവന ഇപ്പൊ സൂര്യ താലി കെട്ടിയ പെണ്ണാണ്. ഒടുവിലൊരു കുഞ്ഞിനെയും ജയനിർമ്മലയ്ക്ക് താലോലിക്കേണ്ടി വരും. എന്തായാലും അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല ജാനകി. ഇനി മുതൽ എന്റെ ലക്ഷ്യം അതായിരിക്കും. എന്ത് സഹായവും എപ്പോ വേണമെങ്കിലും ജയനിർമ്മല പറഞ്ഞാ മതി, ഞങ്ങൾ റെഡിയാ. അത് വേണം വിജയപത്മ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സഹായം വേണം. എന്നാലേ എനിക്കൊരു ബലം ഉണ്ടാവും. ഉറപ്പായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും ജയെ, ധൈര്യമായിട്ടിരിക്കും. ദേവേട്ടൻ ഇപ്പൊ എന്നെ സംശയമൊന്നുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ ഞാൻ ഓരോന്നും ചെയ്യാറുള്ളൂ. എന്തെങ്കിലും ഒരു അശ്രദ്ധ പറ്റിയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ തീർന്നു. സൂര്യഭാവനയും കൊണ്ട് എപ്പ അവിടുന്ന് പോയിന്ന് ചോദിച്ചാ മതി, അല്ലേ പാപ്പേട്ട? ആ അബിയെ പോലെ സൂര്യയും അച്ഛ വീട്ടിൽ പൊറുതി തുടങ്ങും. അതിന് ഞാൻ അവനെ അനുവദിക്കില്ല ജാനകി. അല്ലാതെ തന്നെ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. അമ്മയും മായിച്ചു വന്നല്ലോ. ഭാവനയുടെ പേർക്ക്
ഇനിയും കുറേ നേർച്ചകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. എത്രയും വേഗം എന്റെ മോളെ എണീറ്റ് നടക്കണം. ചേച്ചി സംസാരിച്ചില്ലേ അമ്മേ? നോക്കിക്ക, അടുത്തത് നമുക്ക് വരുന്ന കോള് ചേച്ചി നടന്നു എന്ന് പറഞ്ഞിട്ടാവും. അതെ അമ്മേ, അങ്ങനെ തന്നെയാവും സംഭവിക്കാൻ പോകുന്നത്. ആഹാ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തുപറ്റി? ഭരത്തിനെ ഇന്റർവ്യൂവിന് വിളിച്ചോ? അല്ല, ഭാവന വെച്ച് സംസാരിച്ചു. സത്യമാണോ? അതെ മോനെ. ഓ, ഈശ്വര, നല്ല വാർത്തയാണല്ലോ കേട്ടത്. അതെ അബി, ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. കണ്ടോ ആന്റി, സൂര്യപ്രഭയുടെ ചികിത്സയുടെ ഫലമാണ്. അതെ, അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാ ഉള്ളത്. സേതുവേട്ടൻ ഈ കാര്യം അറിഞ്ഞില്ലേ? ആ, എന്തായാലും ഞാൻ ഭാവനേച്ചിയെ കാണാൻ പോകുന്നുണ്ട്. ചേച്ചി അബിയെ ചോദിച്ചിരുന്നു. എല്ലാവർക്കും ഉപകാരം മാത്രമേ എന്റെ മോള് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം ഒരിക്കലും എന്റെ മോളെ കൈവിടത്തില്ല. അതെ ആന്റി, ഒരിക്കൽ പോലും ഭാവനേച്ചി സ്വന്തം കാര്യം നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല മനസ്സാ ഭാവനേച്ചിയുടെ. ഭാവനയ്ക്കൊരു വഴിപാടുണ്ടായിരുന്നു, അതിന്റെ പ്രസാദമാണ്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം. ഈ വീടിന്റെ ഐശ്വര്യം തന്നെ ഭാവനേച്ചിയുടെ ശബ്ദമായിരുന്നു. ശരിയാ, ഇത്രയും ദിവസം ഇതൊരു മരണവീട് പോലെയായിരുന്നു. ഇന്നു മുതൽ അതിനൊരു മാറ്റം ഉണ്ടായത്. അബി ഇവിടെയുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. ഭാവനയ്ക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അബിക്ക് ഒരു കുറവും വരുത്തരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു ഊർജം കിട്ടിയ പോലെയാ. അത്രയ്ക്ക് സന്തോഷ ഞങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളോ? നിങ്ങൾ വീട്ടിൽ പോയില്ലേ? വീട്ടിൽ പോയപ്പോ ജാനയ്ക്കൊരു ആഗ്രഹം. ഭാവന സംസാരിച്ചല്ലേ അവളെ ഒന്ന് കാണണമെന്ന്. എന്തു പറ്റി? മോളോട് ഇഷ്ടം കൂടിയോ? ഈയടാ, അതിനി കാക്ക മലന്ന് പറക്കണം. ഇതേ അവളെ ഒന്ന് പരീക്ഷിക്കാനാ, ഓർമ്മശക്തി ഉണ്ടോന്ന്. അതെന്തു പറ്റി? അല്ല, ഞാൻ അവക്കിട്ട് 1-2 പണി കൊടുത്തിട്ടുണ്ട്. അത് വല്ല ഓർമ്മയുണ്ടോന്ന് അറിയണമല്ലോ. അവക്ക് ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പമില്ല ജാനകി. എന്നാ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ചെല്ല്, മുറിയിലുണ്ട്. അല്ല, സൂര്യ ഉണ്ടോ? ഇല്ല, മാനസ എവിടെ ഉണ്ടാവും? അവളോട് ഞാൻ വിളിക്കുന്നു പറ. ശരി, പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചെല്ല്. ഭാവപ്പെട്ട നോക്കിയേ, കണ്ടില്ലേ ഭാവനയുടെ തോഴിയെ? ഇവൾ അറിയുന്നുണ്ടോ ഇവളുടെ ജീവിതം തട്ടിയെടുക്കാൻ വന്നവളാന്ന്? ഭാവനയ്ക്ക് ഇത്ര അത്യാവശ്യം തന്നെയാ. അനുഭവിക്കട്ടെ. ഭാവന, ആ മാനസേ, ജയനിർമ്മല വിളിക്കുന്നു പറയാൻ പറഞ്ഞു. ഓക്കെ ആന്റി. ആന്റി, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഓ, ഇപ്പൊ ഒന്നും വേണ്ട. ഭാവന, എന്തൊക്കെയുണ്ട്? സുഖാണോ? എന്താ സുഖവിവരം ചോദിക്കാൻ വന്നപ്പോ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലേ? എന്താ, എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് കരുതിയോ?